ഹലോ ഗൈസ്, നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലാണ് ഗൈസ് വന്നിട്ടുള്ളത്. നമ്മൾ ഇന്ന് ഒരു കിടിലം പോലത്തെ ഫ്രീ സ്റ്റൈൽ ട്യൂട്ടോറിയലാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞുതരാൻ മാക്സിമം ചാനൽ സബ് ചെയ്യുക, എന്നിട്ട് ലൈക്ക് ചെയ്യുക, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ആദ്യം നമ്മൾ ഫ്രീ സ്റ്റൈൽ നോക്കേണ്ടത് ഇങ്ങനത്തെ ബണ്ടിൽസ് ഒന്നും ഇടുക ഗൈസ്. ഇങ്ങനത്തെ ബണ്ടിൽസ് കണ്ടിട്ട് നമ്മളെ മൂവ്മെൻറ്റ് സ്പീഡ് അങ്ങനത്തെ എല്ലാം കുറയും ഗൈസ്. അപ്പോൾ നമ്മൾ പോയി ഇങ്ങനത്തെ ഫുൾ ബണ്ടിൽസ് കഴിയുന്നത് ഒഴിവാക്കുക. ഫുൾ ബണ്ടിൽസ് ഇടുന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ ഗൈസ് ഇതേപോലത്തെ ബണ്ടിൽസ് ഇടണം ഗൈസ്. ഫുൾ ബണ്ടിൽസ് ആണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഫുൾ ബണ്ടിൽസ് ഇടരുത് ഗൈസ്. ഞാൻ പറയാം, നമ്മൾ എങ്ങനത്തെ ഡ്രസ്സ് ഉണ്ട് നോക്കിയാൽ ഞാൻ പറയാം. ഇപ്പോൾ നമ്മളിത് ഒരു ടോപ്പ് ഒരു അധികം ഒരു ഫാറ്റില്ലാതെ നോക്കിയിട്ടിടുക ഗൈസ്. ഒരു ബോഡി ഉണ്ടെങ്കിൽ സ്ലിം ആയിട്ടുള്ള ഈ ജാക്കറ്റ് ഇടുക ഗൈസ്. പാൻറ് തന്നെ ഗൈസ്, ഇത് ഫ്രീ ആയിട്ട് എടുക്കുന്നതാണ് ഗൈസ്. മറ്റേ FF ടോക്കൺ സ്റ്റോറിലൊക്കെ കിട്ടും. ഇത് നമ്മളിതാ ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഇങ്ങനത്തെ ഒന്നും ഉണ്ടല്ലോ ഗൈസ്. ഇത് ഇതേപോലത്തെ ഒരു സ്ലിം ആയിട്ടുള്ള ഹെയർ നിങ്ങൾ ഇട്ട ടോപ്പിന് പറ്റി ഏതെങ്കിലും ഒരു ഹെയർ ഇടുക ഗൈസ്. നല്ല ഹെയറോ മാസ്കോ അങ്ങനത്തെ കൂടെ ഗൈസ്. അപ്പം നമ്മൾ ഇതെല്ലാം സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഔട്ട്ഫിറ്റിന് മാറും. നമ്മൾ കാണാൻ തന്നെ ഒരു ഫ്രീ സ്റ്റൈൽ പ്ലെയറെ പോലെ ഉണ്ടാവും ഗൈസ്. അപ്പം നമ്മളിനി സെറ്റാക്കേണ്ടത് ഗാലറിയാണ് ഗൈസ്. അതിന് മുമ്പ് എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞൊന്നും ചെയ്യാം ഗൈസ്. നമ്മൾ ഗാലറി എങ്ങനെ സെറ്റാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മൾ ഇതാണ് ഗൈസ്, നമ്മളെ ബയോ. നമ്മളെപ്പോഴും ബയോ നിർബന്ധമായിട്ട് വെച്ചിരിക്കണം ഗൈസ്. ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് ഗൈസ്. ബയോ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രീ സ്റ്റൈലായിട്ടൊരു സാമ്യം തോന്നി എന്തെങ്കിലും വെക്കണം ഗൈസ്. അതായത് ഇപ്പോൾ ഞാൻ വെച്ച പോലെ തന്നെ പിന്നെ നിങ്ങൾ ഇൻസ്റ്റഗ്രാം ID പിന്നെ ഡൗൺഫാൾ അങ്ങനെയുള്ളതൊക്കെ ഒരു ഉദാഹരണമാണ് ഗൈസ്. അങ്ങനെയുള്ളതൊക്കെ വെക്കാം. പിന്നെ ബാക്കിയെല്ലാം ഇങ്ങനെയൊന്നും വെക്കണമെന്നില്ല. ഞാനിപ്പം വെച്ച പോലെ ഡെസേർട്ടികൾ ലെവൽ 4 അതൊക്കെ ഇതാണ് ഗൈസ്. ഞാൻ പിന്നെ ഇത് വെറുതെ ഒന്ന് വെച്ചതാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് നിങ്ങൾ ഓവർവ്യൂ, റോള്, ഹിസ്റ്ററി അതൊക്കെ ഒരു ഇതുപോലെ എടുക്കണം ഗൈസ്. ഒരു അട്രാക്റ്റീവ് ആയിരിക്കണം ഗൈസ്. എൻ്റെ ഇതൊന്നും അത്ര അട്രാക്റ്റീവ് ഒന്നുമല്ല, നിങ്ങളോട് കാണിച്ചു തരുന്നതാണ് ഗൈസ് വെറുതെ. ഇതിലേറ്റവും നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് ഹിസ്റ്ററി അത് ഇതൊന്നുമല്ല ഗൈസ്. റോളൊക്കെ CS റാങ്കിൽ പറഞ്ഞ പ്ലേസിലാണ് ഗൈസ്. അതൊന്നും അത്ര ഇതില്ല. നമ്മളിൽ മെയിനായിട്ട് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇതാണ് ഗൈസ് ഓവർവ്യൂ. അത് നോക്കിയിട്ടാണ് ഗൈസ് മിക്ക പ്ലേയേഴ്സ് നമ്മൾ വിലയിരുത്തുക. അതിപ്പോൾ നമുക്കൊരു CS റാങ്കിൽ ഒരു 90 വില, ക്ലാഷ് സ്ക്വാഡിലല്ലെങ്കിൽ ഒരു 90 വരുന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്ലെയർ ആവും ഗൈസ്. മിയാർ എന്നെ നോക്കിയിട്ടൊരു കാര്യമില്ല, അതുകൊണ്ട് തന്നെ CS എടുക്കുന്നത്. മിയാർ ഞാൻ കളിക്കലോ ഇല്ല ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട്സ് വിളിച്ചാൽ മാത്രം കളിക്കും ഗൈസ്. എൻ്റെ CS കരിയറിൽ അത്ര വലിയ ഹെഡ് ഷോട്ടർ ഇരുന്നില്ല, കാരണം അത്ര CS ഒന്നും കളിക്കില്ല. ഞാനിപ്പോൾ റൂം മാത്രമാണ് ഗൈസ് കളിക്കുന്നത്. ക്ലാഷ് സ്ക്വാഡിൻ്റെ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഹെഡ് ഷോട്ടർ ഉണ്ടാവും ഗൈസ്. 97.85% ഹെഡ് ഷോട്ടർ ഉണ്ട് ഗൈസ് ക്ലാഷ് സ്ക്വാഡിന്. അതേപോലെ CS നിങ്ങൾ നല്ലോണം കളിച്ചിട്ട് ഒരു 97 ആക്കിയാൽ നിങ്ങൾ വലിയ പ്ലെയർ ആവും ഗൈസ്. അങ്ങനെയാണ് എല്ലാവരും നിങ്ങൾക്ക് പിന്നെ ഒരു വലിയ ഇതായിരിക്കും. പിന്നെ നിങ്ങൾ ഇത് വെക്കണമെന്ന് വെച്ചാൽ അവതാരം ബെല്ലർ എങ്ങനത്താണെന്ന് വെച്ചാൽ ഒരു നല്ല അട്രാക്റ്റീവ്, നിങ്ങളുടെ പേര് ഒരു ഗിൽഡും അതെല്ലാം നല്ലൊരു അട്രാക്റ്റീവ്. പിന്നെ ഫ്രീ സ്റ്റൈൽ പ്ലേയേഴ്സ് അധികം നോക്കണത് മാക്സിമം ഗിൽഡിലൊന്നും ജോയിൻ ചെയ്യാൻ എടുക്കുക. അതാണ് ഇതിൻ്റെ ഇത് ഗൈസ്. ഫ്രീ സ്റ്റൈൽ പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഫ്രീ സ്റ്റൈൽ പ്ലെയർ അങ്ങനെ ഇതൊക്കെ ഇടുമ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ ഫ്രീ സ്റ്റൈൽ ലുക്ക് കിട്ടും ഗൈസ്. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഇതാണ് ഗൈസ്, നിങ്ങളുടെ ലാംഗ്വേജ് ഇത് ഇംഗ്ലീഷിൽ നിന്ന് ജസ്റ്റ് മാറ്റിയിട്ട് ഒന്ന് വേറെ ഏതെങ്കിലും ഒരു ഫ്രാൻസോ സ്പെയിനോ ഒന്നും കൊടുക്കുക ഗൈസ്. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങളെ കാണാൻ ഒരു ചെത്ത് ലുക്കായിട്ടുണ്ടാവും ഗൈസ്. അപ്പോൾ എല്ലാവരും മാക്സിമം ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഫ്രീ ഔട്ട്ഫിറ്റിലിട്ടിട്ട് നമുക്കൊരു ഗെയിം പ്ലേ ആണ് ഗൈസ്. ഈ ഔട്ട്ഫിറ്റില്ല, ഇതിന് സാമ്യമുള്ളൊരു ഔട്ട്ഫിറ്റിട്ട് നമുക്കൊരു ഗെയിം പ്ലേ ആണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ആ ഗെയിം പ്ലേ കണ്ടിട്ടോ, അത്രയൊക്കെ ഉള്ളൂ പറയാം. ഹലോ ഗൈസ്, നമ്മളിങ്ങനെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട് ഗൈസ്. എങ്ങനെ വൺ ടാപ്പ് പഠിക്കണ്ടേന്ന് ഞാൻ കാണിച്ചു ഗൈസ്. നമ്മളിങ്ങനെ ഫ്രീ സ്റ്റൈലിൽ വൺ ടാപ്പ് പഠിക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മറ്റേ PvP പ്ലേയേഴ്സ് അടിക്കുന്ന പോലെ വെറുതെ ഒന്ന് ഇങ്ങനെ സ്ട്രൈറ്റ് ഡ്രാഗ് ചെയ്ത് അങ്ങനെ അടിച്ചു വരും പ്ലേയേഴ്സ് കൊണ്ട്. അധികം പ്ലേയേഴ്സ് അങ്ങനെയാണ് ഗൈസ് ചെയ്യുന്നത്. ഫ്രീ സ്റ്റൈലിൽ കളിക്കുമ്പോൾ ഗൈസ് നിങ്ങൾ നന്നായിട്ട് മൂവ്മെൻ്റൊക്കെ ഇട്ടിട്ട് വേണം ഗൈസ് കളിക്കാൻ. അതായത് ഇതേപോലെ ഗൈസ് ഈ ഇതിൽ കാണുന്ന പോലെ മൂവ്മെൻറ്റിൽ ഇട്ടിട്ട് വേണം ഗൈസ് അടിക്കാൻ. അപ്പോഴാണ് അതിൻ്റെ ഒരു ഇത് വരും ഗൈസ്. നമുക്ക് നല്ല ജലദോഷം ഉണ്ട് ഗൈസ്, അതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല. അതായത് നിങ്ങൾക്ക് വേണ്ടിയില്ല, അതുകൊണ്ട് ഗൈസ് സാരില്ല ഗൈസ്. നമ്മൾ നോക്കുന്നുണ്ട് ഗൈസ്. ഇങ്ങനെ മൂവ്മെൻറ്റ് നിങ്ങൾ കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്യുക ഗൈസ്. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഇത് വരും ഗൈസ്. ഇത് എന്തായാലും ഒരു ബിഗ്നേഴ്സിന് വേണ്ടിയിട്ടാണ് ഗൈസ്, അല്ലാണ്ട് ഇത് പ്രോസിന് വേണ്ടിയിട്ടൊന്നുമില്ല. അത്ര വലിയ
ഫ്രീ സ്റ്റൈൽ വലിയൊരു ഗൈസ്. ആദ്യം ഫ്രീ സ്റ്റൈൽ ആവണമെന്ന് ആഗ്രഹമുള്ള കുറച്ച് പേർക്കാണ്. പിന്നെ നിങ്ങൾ വൺ ടൈം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഞാനിപ്പോൾ നേരത്തെ അടിച്ച പോലെ ക്വിക്ക് സ്വിച്ച് ആവാൻ വേണ്ടി അടിക്കണം, അല്ലാണ്ട് അടിച്ച് ഇങ്ങനെ ഇരിക്കും ഗൈസ്. ക്വിക്ക് സ്വിച്ച് ആകുമ്പോൾ പ്രാക്ടീസ് ആകുമ്പോൾ ഇങ്ങനെയെല്ലാം ഉണ്ടാകും ഗൈസ്. അവിടെ ഒന്ന് നിങ്ങൾ പേടിക്കണ്ട, ഒരു 2-3 തൊട്ട് അടിച്ച് ശരിയാവും ഗൈസ്. അതായത് ഇതുപോലെ ശരിയാവും ഗൈസ്. അടിച്ച് ഏതിന് പോകുന്നവർക്കും അധികം ഹെഡ് വരും ഗൈസ്. നിങ്ങൾ റൊട്ടേഷൻ ഡ്രൈവ് വേണം ഗൈസ് ചെയ്യാൻ. എല്ലാവർക്കും റൊട്ടേഷൻ ഡ്രൈവ് അറിയാമെന്നായിരിക്കുന്നത്. ഇല്ലെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ് ഗൈസ് റൊട്ടേഷൻ ഡ്രൈവ് എന്താണെന്ന്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നിങ്ങൾക്ക് ഇത്രയും ട്രിപ്പെല്ലാം പറഞ്ഞു തരുന്നതാണ് ഗൈസ്. ഗെയിമിലുള്ള ഫുൾ റെഡി ആയിരിക്കും ഗൈസ്. ആരും ഇൻവൈറ്റ് ഇടുന്നുണ്ട് ഗൈസ്. ഇതേപോലെ ഫുൾ റെഡി ആയിരിക്കും ഗൈസ്. നിങ്ങൾക്ക് എനിക്ക് അങ്ങനെ ഗെയിമോട് കളിക്കാവുന്നതാണ് ഗൈസ് അങ്ങനെ കയറാവുന്നത്. ഇത് വൃത്തിക്ക് നിങ്ങളൊന്ന് ഒരു മണിക്കൂറിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളൊരു ലെജൻഡാവും ഗൈസ്. ഈ ട്രിക്ക് വെച്ചൊന്ന് കളിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പിന്നെ അത്യാവശ്യം മൂവ്മെൻ്റൊക്കെ ഇടാൻ പഠിച്ച് നിങ്ങൾക്ക് എനിമീനെ ഒന്നും നിങ്ങൾക്ക് തൊടാൻ പറ്റില്ല ഗൈസ്. എനിമിക്ക് നിങ്ങൾ തൊടാൻ പറ്റില്ല. അതുകൊണ്ട് നീ ട്രിക്ക് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. മൂവ്മെൻ്റ് ഇട്ട് വേണം ഗൈസ് അടിക്കുക. നിങ്ങൾ അധികം സ്പീഡിലിടണം ഗൈസ്. മൂവ്മെൻറ്റ് അധികം സ്പീഡിലിടുമ്പോൾ നിങ്ങൾ തന്നെ അവിടെ സ്റ്റക്ക് ആയിക്കൊണ്ട് മെല്ലെ 6 ആക്കി മൂവ്മെൻറ്റ് ഇടുക ഗൈസ്. അന്നേരം എനിമിക്ക് അങ്ങനെ സ്റ്റക്ക് ആയിക്കൊണ്ടൊന്നുമില്ല. ഇവർ ഇൻവൈറ്റ് ഇട്ട് കൊടുക്കുന്ന ഗൈസ്. അങ്ങനെ അടിച്ചാൽ ഒരിക്കലും അത്രയൊന്നും കയറില്ല ഗൈസ്. അങ്ങനെയൊന്നും കയറില്ല. നിങ്ങളിത് എനിക്ക് ക്വിക്ക് സ്വിച്ച് ആയപ്പോൾ എന്നിട്ടൊന്ന് അടിച്ച് നോക്കണം ഗൈസ്. ഇതാ കണ്ടില്ലേ ഗൈസ്, ഇതേപോലെ കയറിയും ഗൈസ്. ക്വിക്ക് സ്വിച്ച് ആയപ്പോഴും അടിച്ചാൽ കണ്ടില്ലേ ഗൈസ്. ക്വിക്ക് സ്വിച്ച് ആയപ്പോൾ അടിക്കാൻ സിമ്പിളാണ് ഗൈസ്. പിന്നെ വേറൊരു പ്രശ്നമാണ്, നിങ്ങളിങ്ങനെ മൂവ്മെൻറ്റിൽ ഇട്ട് കളിക്കുമ്പോൾ നിങ്ങളെ ചെറിയ ഡിവൈസിലാണെങ്കിൽ അത്യാവശ്യം റാമൊന്നുമില്ല ഡിവൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ലാഗ് അടിക്കലും പ്രോബ്ലം ഉണ്ടാകും ഗൈസ്. ഈ ലാഗ് അടി പ്രോബ്ലം മാറ്റേണ്ട ഒരു കിടിലൻ ആപ്പാണ് ഗൈസ് നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത്. ഈ ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഗൈസ് ഞാൻ കളിക്കാറ്. ഈ ആപ്പ് ഉപയോഗിച്ച കിടിലൻ പോലെ ലാഗെല്ലാം മാറും ഗൈസ്. കുറേ പ്ലേയേഴ്സ് എന്നോട് പറഞ്ഞൊരു പ്രശ്നമാണ് ഗൈസ്, ഈ ലാഗുള്ളതുകൊണ്ട് നമുക്ക് വൺ ടൈപ്പ് ഒന്നും അടിക്കാനാവില്ല. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറേ ആൾ പറയുന്നുണ്ട് ഗൈസ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അധികം അടുത്ത് ലോ ഹാൻഡ് ഡിവൈസാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഈ വീഡിയോയിൽ ലാഗ് അടിച്ചൊരു വഴിയേ ഗൈസ്. എനിക്കൊന്നും അടിക്കാനും തന്നില്ല. ഈ പ്രശ്നം നിങ്ങൾക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഒരു വഴിയുള്ളൂ ഗൈസ്. ഇങ്ങനെ അടിച്ചിട്ട് അവൻ്റെ ഗെയിം പ്ലേ നോക്കി ഒന്നും നടക്കില്ല ഗൈസ്. അതുകൊണ്ട് നമ്മളിതാ ഇങ്ങോട്ടേക്ക് നോക്കുക. ഇതാ ഞാൻ ആപ്പ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഈ ആപ്പിൻ്റെ ഒരു ഗെയിമിംഗ് ടൂൾസ് അൺലിമിറ്റഡ് അങ്ങനെ എന്തോ ആണ്. ഈ ആപ്പ് നിങ്ങളെ കയറുക, അന്നേരം ഇങ്ങനെ കാണിക്കൂ, അന്നേരം നല്ല ആക്ടിവേറ്റ് ചെയ്തിടുക ഗൈസ്. ഈ ആപ്പിൻ്റെ പേരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അങ്ങനെ പിൻ ചെയ്ത് തരാം ഗൈസ്. എൻ്റെ വേറെ അക്കൗണ്ടിലെ കമൻറ്റ് ബോക്സിൽ കുറച്ച് ഐറ്റംസ് ഇടുന്നുണ്ട്, അതെല്ലാം നിങ്ങളൊന്ന് നോക്കുക. എന്താ ഗൈസ്, ഇതെല്ലാം ഒന്ന് ആക്ടിവേറ്റ് ചെയ്തിടുക. അതിന് ശേഷം ഒപ്റ്റിമൈസ് ചെയ്യുക. എന്നിട്ട് അതിൽ കാണുന്നെല്ലാം ഒന്ന് ഇതാക്കിയിടുക ഗൈസ്. എന്നിട്ട് എല്ലാം ഒന്ന് ഇതാക്കിയിട്ട് നിങ്ങൾ ഗെയിമിൽ കയറുക. ഈ സ്ക്രീനിൻ്റെ എററാണ് ഗൈസ്. ഞാൻ പറഞ്ഞില്ല ലോ ഹാൻഡ് ഡിവൈസിലാണ് ഗൈസ് കളിക്കുന്നത്. ഈ സ്ക്രീനിൻ്റെ എററാണ് ഗൈസ്. ഇത് ഇപ്പോൾ ശരിയായിട്ടുണ്ട് ഗൈസ്. ഇപ്പം നിങ്ങൾ എല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി നിങ്ങൾ കളിക്കുമ്പോൾ ഇന്ന് പ്രാക്ടീസ് ചെയ്താലോ ഇതെല്ലാം സെറ്റാക്കിയാൽ നിങ്ങൾ അക്കൗണ്ട് കിട്ടില്ല ഫ്രീ സ്റ്റൈൽ അക്കൗണ്ട് തന്നെയാണ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ ബൈ.